നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. റിലീസിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ ടിക്കറ്റ് തൂത്തുവാരി ബബബ. മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റുപോയത്. ഏകദേശം 1 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം മാത്രം പ്രീസെയിൽ ബിസിനസ്സിലൂടെ ചിത്രം നേടിയത്. ക്രിസ്മസ് റിലീസുകളിൽ ആദ്യമെത്തുന്ന സിനിമ കൂടിയാണിത്. ഈ ആഴ്ച അവതാർ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രധാന റിലീസുകളില്ലാത്തതിനാൽ കൂടുതൽ റിലീസ് സെന്ററുകളും ചിത്രത്തിന് ലഭിക്കും. ആദ്യ ആഴ്ചയിൽ കൂടുതൽ കളക്ഷൻ ലഭിക്കാൻ ഇതു കാരണമാകും. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബബ ഡിസംബർ 18-ന് ആഗോള റിലീസായി എത്തും. രാവിലെ 8 മണി മുതൽ ഫാൻസ് ഷോ ആരംഭിക്കും. മോഹൻലാലിന്റെ അതിഥിവേഷവും സിനിമയുടെ ഹൈപ്പ് കൂടാൻ കാരണമായിട്ടുണ്ട്. ദിലീപ് ആരാധകർക്കൊപ്പം മോഹൻലാൽ ഫാൻസ് കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആവേശം ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകളും. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ഒത്തുചേരുന്ന ഈ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന വമ്പൻ അതിഥിവേഷത്തിൽ മലയാളത്തിന്റെ മോഹൻലാലും എത്തുന്നുണ്ട്. ആദ്യ അവസാനം പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സ്ക്രീനിൽ തകർക്കുന്നതിനൊപ്പം മോഹൻലാലിന്റെ ഒരു മാസ് അഴിഞ്ഞാട്ടവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട്. വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഭയം, ഭക്തി, ബഹുമാനം എന്നതിന്റെ ചുരുക്കരൂപമായിട്ടാണ് ബബബ എന്ന ടൈറ്റിലോടെ ചിത്രമെത്തുന്നത്. ആക്ഷൻ, കോമഡി ഗാനങ്ങൾ, ത്രിൽ എന്നിവ കോർത്തിണക്കി ഒരുക്കിയ ഈ ആഘോഷ ചിത്രം ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് രചിച്ചിരിക്കുന്നത്.